മൃത്യുഞ്ജയ് എന്ന് പറയുന്ന ഈ സിനിമ ഇത് കേരളത്തിൽ റിലീസായിട്ടില്ല. ഇത് വൈകാതെ നെറ്റ്ഫ്ലിക്സിൽ റിലീസാവും. റിലീസാവുമ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. ഒരു ഡീസന്റ് ക്രൈം ത്രില്ലർ ഫിലിമാണ്. ഇതിലെ നായകൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരൻ ഷെർലക് ഹോംസിനെയൊക്കെ പോലെ പരിസരം, ചുറ്റുപാടുകളെല്ലാം നിരീക്ഷിച്ച് കുറേ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്ന ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു നായകനാണ്. പക്ഷേ പുള്ളി ഒരു ജേർണലിസ്റ്റ് ആണെങ്കിലും വർക്ക് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ ചരമക്കോളമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചരമക്കോളത്തിൽ പരസ്യം കൊടുക്കണം. അപ്പോൾ ആ ഒരു റവന്യൂ ഉണ്ടാവുമല്ലോ പ്രിന്റ് മീഡിയയ്ക്ക്. അപ്പോൾ പുള്ളിക്കാരൻ ഈ ക്രൈം സെക്ഷനിൽ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ പുള്ളി എലിജിബിൾ അല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ മരിച്ചു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളാണ് മരിച്ചതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മുസ്ലിം വേഷമൊക്കെ ധരിച്ച് അവിടെ എത്തി അവിടെയുള്ള വീട്ടുകാരെ കൺവിൻസ് ചെയ്തിട്ട് പുള്ളിക്കാരൻ മരിച്ചത് പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് മീറ്റ് ചെയ്യുന്നു. ആ രീതിയിലൊക്കെ പോകുന്ന നായകനാണ്. അപ്പം അങ്ങനെ ഈ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് പുള്ളി വിസിറ്റ് ചെയ്യുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിൽ വെച്ച് ഒരാൾ മരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇയാളുടെ മരണം എന്ന് പറയുന്നത് സാധാരണ മരണമായിരിക്കില്ല. അപ്പോൾ ഈ ഒരു പാറ്റേൺ കണ്ടിട്ട് ഇതിന് പുറകിലൊരു പ്രൊഫഷണൽ കില്ലർ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഈ പ്രൊഫഷണൽ കില്ലറിനെ കണ്ടെത്താനുള്ള നായകൻ്റെ ശ്രമമാണ്. അപ്പോൾ ഈ നായകൻ എത്രത്തോളം ബുദ്ധിമാനാണോ അത്രത്തോളം തന്നെ വളരെ കണ്ണിങ് ആയിട്ടുള്ള ബുദ്ധിയുള്ള ഒരാളാണ് ഈ പ്രൊഫഷണൽ കില്ലർ. അപ്പോൾ ഈ നായകൻ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ വില്ലൻ്റെ ആ ഒരു ക്യാരക്ടർ സ്കെച്ചും ഇവർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നായകൻ വില്ലൻ എന്നുള്ള രീതിയിലൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം എന്നുള്ള രീതിയിലാണ് ഈ പടം പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഈ പടം തുടങ്ങുന്നത്. നായകൻ ഇങ്ങനെ വേഷം മാറി ഓരോരോ മരണ വീട്ടിൽ പോകുന്നു, ആ രീതിയിൽ വരുന്നു. പിന്നെ പുള്ളി എന്തുകൊണ്ട് വില്ലൻ്റെ പിറകെ പോകണം എന്നുള്ളതിന് അതിനൊരു ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ അവിടെ വേണമല്ലോ. അപ്പോൾ നായകൻ്റെ ഒരു ചെറുപ്പവും കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് അപ്പം അങ്ങനെ ഒരു ഇമോഷൻ ബിൽഡ് ചെയ്ത് ആക്ച്വലി ഈ സിനിമ ഞാൻ 3 തവണയാണ് കണ്ടത്. വേറെ കൊണ്ടല്ല, ഞാൻ ഹൈദരാബാദ് ചെന്നപ്പോൾ അവിടുത്തെ ഒരു മെയിൻ റിലീസ് എന്ന് പറയുന്നത് ഈ സിനിമയായിരുന്നു. അപ്പോൾ ഈ തിയേറ്റേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ എനിക്ക് 3 തവണ, അപ്പോൾ ആദ്യത്തെ തവണ കണ്ടപ്പോൾ തന്നെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ കൊള്ളാം, കാരണം സാധാരണ സിനിമകളൊക്കെ പോലെ തന്നെ നായികയുടെ ഒരു ആംഗിൾ, പിന്നെ അതിനൊട്ട് കുറേ പാട്ട്, അല്ലെങ്കിൽ ഒരു ഐറ്റം ഡാൻസ്, അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. 2 മണിക്കൂറിൽ ക്ലീൻ ആൻഡ് ക്രിസ്പായിട്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന ഒരു വെടിപ്പായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ രണ്ടാമത് ഞാൻ കണ്ടപ്പോഴാണ് ഈ ഇമോഷണൽ ആംഗിൾ ഉണ്ടല്ലോ, നായകൻ്റെ ഇമോഷണൽ ആംഗിളൊക്കെ രണ്ടാമത് കണ്ടപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. മൂന്നാമത് കണ്ടപ്പോഴേക്കും എനിക്ക് സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആയിരിക്കുമല്ലോ, കാരണം നമ്മൾ ഈ സിനിമ കാണുമ്പോൾ രണ്ടാമത് കാണുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാതെ പോയ കുറേ കാര്യങ്ങളുണ്ട്. ഈ സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ നായകനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കുറേ സീക്വൻസും കാര്യങ്ങൾ, അതിൽ തന്നെ ഒരുപാട് ഫോർ ഷാഡോയിങ് ഉണ്ട്. ഈ ഫോർ ഷാഡോയിങ് ആദ്യത്തെ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല, പക്ഷെ രണ്ടാമത് കണ്ടപ്പോഴാണ് ഓക്കെ ഇത് അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഇത് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തുടക്കത്തിൽ തന്നെ ജസ്റ്റ് ഒരു ചെറിയ സീൻ എന്നുള്ള രീതിയിലൊക്കെ കാണിച്ചു പോകുന്നുണ്ട്, പക്ഷെ അവസാനം ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ഇതെല്ലാം പരസ്പരം ഇങ്ങനെ കണക്റ്റായി വരികയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന നായകൻ്റെ അവർ കണ്ടുപിടുത്തമാണ്, ഇത് ആരാണ്, ഇത് കില്ലർ ആരാണ്. അപ്പോൾ കില്ലർ എന്ന് പറയുന്നത് അയാളെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു അടയാളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ പുറകെ പോകുന്നതും അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ പാറ്റേൺ വളരെ ഗംഭീരമായിട്ടാണ് ഈ സിനിമയിൽ പോകുന്നത്. ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത്. ഇതിലൊരു പോലീസ് ക്യാരക്ടർ ഉണ്ട്, റെബ മോണിക്ക ജോണിൻ്റെയാണ്. അപ്പോൾ ഈ റെബ മോണിക്ക ജോണിന് അത്യാവശ്യം തെലുങ്ക് ഗുണങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നായികയായിരിക്കും, പിന്നെ ഇവർ തമ്മിൽ ഒരു ലവ് ആംഗിൾ വരും, പിന്നെ ഇവർ തമ്മിൽ പാട്ട് വരും. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും ഈ പടത്തിലില്ല. ഈ നായികയുടെ ക്യാരക്ടർ അനാവശ്യമായിട്ടുള്ള ഒരു സീക്വൻസിലും കാര്യങ്ങളൊന്നും വന്നില്ല. ഒരു IPS ഓഫീസർ എങ്ങനെയാണോ അപ്പോൾ ഈ ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നായകനെ അവൻ ചില കാര്യങ്ങൾ മാത്രമാണ് പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് പോകുന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ വില്ലൻ മനസ്സിലാക്കുന്നതാണ്, അതായത് നായകനെ. അതായത് ഇന്ന പോലെ ഒരാൾ എന്നെ പുറകെ ഉണ്ട് എന്ന് വില്ലൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വില്ലന് മനസ്സിലായി നായകൻ ഇന്ന ആളാണ്, അപ്പോൾ ഇവനെ ഇനി വൈകാതെ തീർക്കണം എന്നുള്ളത്. പക്ഷേ നായകൻ്റെ മുമ്പിലുള്ളത് ആരാണെന്ന് അറിയാത്ത, മുഖമറിയാത്ത, എന്താണ് എങ്ങനെയാണോ ഒന്നും അറിയാത്ത ഒരു വില്ലനാണ്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ആണ്. അത് എങ്ങനെയെങ്കിലും നായകനെ കൊല്ലാൻ വേണ്ടി വില്ലൻ ശ്രമിക്കുന്നു, പക്ഷെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നായകനറിയാം. അപ്പം അങ്ങനെ കുറെ ബ്രില്യൻ്റ് ആയിട്ട് പോകുന്ന ആ ഒരു സിനിമയാണ്. ഇതിൻ്റെ ഫൈനൽ ആക്ട് വരെ അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ പടം പോകുന്നത്. പിന്നെ ഫൈനൽ ആക്ട് ആകുമ്പോഴേക്കും കുറച്ച് ഒരു ഹീറോയിസം, കാരണം ഇത് തെലുങ്ക് സിനിമയാണല്ലോ, അപ്പോൾ കുറച്ച് ഹീറോയിസം എലമെൻസും കാര്യങ്ങളൊക്കെ ശ്രീവിഷ്ണു എന്നാണ് ഈ സിനിമയുടെ നായകൻ്റെ പേര്. ഈ സിനിമയിൽ ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ഹൈദരാബാദ് നിന്നപ്പോൾ പുള്ളിയുടെ ബാക്ക് ടു ബാക്ക് 2 പടങ്ങളാണ് ഒരാഴ്ചയുടെ ഗ്യാപ്പിൽ റിലീസായത് ശ്രീവിഷ്ണുവിൻ്റെ. അപ്പോൾ ആദ്യത്തെ വിഷ്ണു വിന്യാസം എന്ന് പറഞ്ഞ സിനിമയിൽ കിങ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു ടാഗായിരുന്നു ശ്രീവിഷ്ണുവിന് ഉണ്ടായിരുന്നത്. ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ കിങ് ഓഫ് കോണ്ടന്റ് എന്നായി. അതായത് അടുപ്പിച്ചുള്ള 2 സിനിമയിൽ 2 ടാഗ് ലൈനൊക്കെയാണ് ശ്രീവിഷ്ണുവിന് വരുന്നത്. അപ്പോൾ കിങ് ഓഫ് കോണ്ടന്റ് ആണ്. അപ്പോൾ ഈ കോണ്ടന്റ് ആണ് ഈ സിനിമയുടെ ഒരു മുക്കാഭാഗം വരുന്നത്. പക്ഷേ ഫൈനൽ ആക്ട് എത്തിയപ്പോഴേക്കും 3-4 വെടിയൊക്കെ കൊള്ളുന്നുണ്ടെങ്കിലും നായകനൊന്നും വലിയ കാര്യമായിട്ട് ആ രീതിയിലൊക്കെ മാറുന്ന കുറച്ച് ഒരു ഹീറോയിസം അങ്ങനെയുള്ളൊരു സംഭവങ്ങളിലേക്ക് വരും. അപ്പം നമുക്ക് ഫീൽ ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് തെലുങ്ക് സിനിമകളുണ്ട് ഓവർ ദ ടോപ്പ് ആക്ഷനും ഒരു സൂപ്പർ ഹ്യൂമൻ നായകനെയൊക്കെ കാണിക്കുന്നത്. ഇത് അങ്ങനെയുള്ളൊരു പടമേ അല്ല. ഇതിലെ നായകൻ എന്നുള്ള വൾണറബിൾ ആയിട്ടുള്ള ഒരാളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പെട്ടെന്ന് ഇതുപോലൊരു സൂപ്പർ ഹീറോയിസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ക്ലൈമാക്സ് നമുക്കൊരു
0.5 നമുക്ക് ഇതെന്താണ് എന്നുള്ളത്. പക്ഷേ ക്ലൈമാക്സിൽ ഈ പുള്ളി കാണിക്കുന്ന ഈ ഹീറോയിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു തെലുഗു ഓഡിയൻസിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശ്രീവിഷ്ണു സിനിമകൾക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. ഈ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ OTTയും കാര്യങ്ങളൊക്കെ ഡീലാവുന്നുണ്ട്. ഇത് നെറ്റ്ഫ്ലിക്സിലാണ് വരുന്നത്. വിഷ്ണു വിന്യാസം വരുന്നത് ആമസോൺ പ്രൈമിലാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ മൃത്യുഞ്ജയ് എന്ന് പറയുന്ന മൃത്യു ആൻഡ് ജയ്, ആ പേര് തന്നെ ഇൻ്റർവെല്ലാണ് കാണിക്കുന്നത്. പേരിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കാണുന്ന 2 മണിക്കൂർ നെറ്റ്ഫ്ലിക്സിൽ, 2 മണിക്കൂറിന് വർത്തായിട്ടുള്ള ഒരു ഡീസൻറ്റ് ക്രൈം ത്രില്ലറാണ് മൃത്യുഞ്ജയ്.